ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് LSGSന്റെയും LGSന്റെയും പ്രിലിംസിലും മെയിൻസിലും വരുന്ന കുറച്ച് ഹെൽത്ത് ഫാക്ട്സിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി നമ്മൾ ഹ്യൂമൻ ബോഡി ഫാക്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹെൽത്ത് ഫാക്ടിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ഫസ്റ്റ് പറയുന്നത്, നമുക്കറിയാം ബെറീസ് ഒക്കെ നല്ല ബ്രൈറ്റ് കളേർഡ് ആണ്. ബ്രൈറ്റ് കളേർഡ് ബെറീസിനെ കുറച്ച് എക്സാമ്പിൾസ് പറയൂ. അതായത് ഇപ്പൊ റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, മൽബെറി അങ്ങനെയുള്ള ബെറീസ് അതിനെല്ലാം നല്ല ഡാർക്ക് കളേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ബെറീസിലും പിന്നെ റെഡ് ക്യാബേജ്, എഗ് പ്ലാന്റ് അങ്ങനെയുള്ളതിലൊക്കെയും എന്താണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബെറീസിലും റെഡ് ക്യാബേജിലും എഗ് പ്ലാന്റ്സിലൊക്കെ അത് നല്ല ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ആന്റി ഓക്സിഡന്റ് ഫുഡ് കഴിക്കുന്നത് വഴി അത് ഒരുവിധം ട്യൂമർ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ 20% ട്യൂമർ സെൽസിനെ കില്ല് ചെയ്യുകയും ചെയ്യും. അപ്പൊ ബ്രൈറ്റ് കളേർഡ് ബെറീസ്, അതുപോലെ തന്നെ റെഡ് ക്യാബേജ്, എഗ് പ്ലാന്റ് അതെല്ലാം ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ദെൻ എവറി വൺ ഹാസ് എ യൂണിക് സ്മെൽ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക തരം സ്മെൽ ഉണ്ടായിരിക്കും, എക്സെപ്റ്റ് ദ ഐഡന്റിക്കൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസിന് എപ്പോഴും ഒരേ സ്മെല്ലായിരിക്കും. ബാക്കിയുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യൂണിക് സ്മെൽ ഉണ്ടായിരിക്കും. ദെൻ ഷുഗർ കഴിക്കുമ്പോൾ ഒരുപാട് ഷുഗർ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീന്റെയും ന്യൂട്രിയന്റെയും അബ്സോർപ്ഷനെ ഇന്ററപ്റ്റ് ചെയ്യും. ഇന്ററപ്റ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തടയും. അത് കഴിഞ്ഞിട്ട് അപ്പം ഇത് ന്യൂട്രിയൻസിന്റെയും പ്രോട്ടീൻസിന്റെ ഒക്കെ അബ്സോർപ്ഷൻ തടയുന്നത് വഴി അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യുന്നത് വഴി മാൽ ന്യൂട്രീഷൻ കണ്ടീഷൻ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ അത് ഇന്റർഫിയർ ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ ഗാർലിക് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നതിനെ ഇൻക്രീസ് ചെയ്യും. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നതിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ് ഗാർലിക്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവല് ഡയബറ്റിക്സ് പേഷ്യന്റിൽ റെഗുലേറ്റ് ചെയ്യാനും ഗാർലിക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ലേസർ പ്രിന്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ലേസർ പ്രിന്റേഴ്സ് അവർ 27% ടോണർ ഗ്രെയിൻസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് എയറിലോട്ട്. ടോണർ ഗ്രെയിൻസിനെ എയറിലോട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടോണർ ഗ്രെയിൻസ് എന്ന് പറയുന്നത് വളരെ ടൈനി പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് അത് ലങ്സിൽ എത്താനും അതുപോലെ തന്നെ ലങ്സിലെ ഫംഗ്ഷനെ ഇന്ററപ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്നാണ് പറയുന്നത്. ഈ ലേസർ പ്രിന്റേഴ്സിൽ നിന്നും വരുന്ന ടോണർ ഗ്രെയിൻസിനെ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്നാണ് പറയുന്നത്, അതിനെ ശ്വസിക്കുന്നതിന്. ദെൻ ലേസർ പ്രിന്റേഴ്സിന്റെ എമിഷൻ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് സിഗരറ്റ് സ്മോക്ക് പോലെയല്ല, അത് പൊല്യൂഷന് പോലെ മാച്ച് ആണ്. അതായത് പൊല്യൂഷൻ പോലെ തന്നെയാണ് ഇതിന്റെ എമിഷൻ. എയർ പൊല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് സിഗരറ്റ് സ്മോക്കും പൊല്യൂട്ടറും ആയിട്ടാണ് ഈ ഒരു ടോണർ ഗ്രെയിൻസ് ആക്ട് ചെയ്യുന്നത്. അത് നമുക്ക് പൊല്യൂഷൻ ആയാലും സെക്കൻഡ് ഹാൻഡ് സിഗരറ്റ് സ്മോക്ക് പോലെ ആയാലും രണ്ടും നമുക്ക് ഹെൽത്തിന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ട് മാറും. ദെൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള സ്ലീപ്പും റൈറ്റ് സൈഡിലുള്ള സ്ലീപ്പും. ഇപ്പോൾ നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള കാര്യമാണിത്. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ചെരിഞ്ഞു കിടന്നിട്ട് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ഈസോഫാഗസ് സ്റ്റൊമക്കിനേക്കാളും ലോവർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇതുപോലെ ഗേഷ്യസ് അല്ലെങ്കിൽ ആസിഡ്സ് ഒന്നും പുറത്തോട്ട് അല്ലെങ്കിൽ ത്രോട്ടിലോട്ട് വരില്ല. പക്ഷെ നമ്മൾ റൈറ്റിലോട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റൊമക്കിനേക്കാളും യുവർ സ്റ്റൊമക് ഈസ് ഹയർ ദാൻ ഈസോഫാഗസ്. ഈസോഫാഗസിനേക്കാളും മുകളിൽ കിടക്കുന്നത് സ്റ്റൊമക് ആയിരിക്കും. അപ്പൊ സ്റ്റൊമക് ആസിഡ് എന്ത് ചെയ്യും, ത്രോട്ടിലോട്ട് സ്ലൈഡ് ഔട്ട് ചെയ്യും. അത് കാരണം എന്തുണ്ടാകും, അസിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സമയത്ത് എന്തുണ്ടാവും, സ്റ്റൊമക് ആണ് ഈസോഫാഗസിന് ഹയർ ആയിട്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ത്രോട്ടിലോട്ട് എന്ത് വരും, ഇതുപോലെയുള്ള ആസിഡ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പുളിപ്പുരസം എന്നൊക്കെ പറയില്ലേ, അത് കൂടുതലും വരുന്നത് ഈ റൈറ്റ് സൈഡിലോട്ട് കിടന്നുറങ്ങുന്നത് കൊണ്ടാണ്. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, സ്റ്റൊമക്കിനേക്കാളും മുകളിലായിരിക്കും ഈസോഫാഗസ്.
അപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലോട്ട് കിടന്ന് ഉറങ്ങണം എന്ന് പറയുന്നത്. Then a person will die from lack of sleep sooner than they will from starvation. അതായത് ഒരു സ്റ്റാർവേഷൻ വന്ന് മരിക്കുന്നതിനേക്കാളും മുൻപേ തന്നെ സ്ലീപ്പ് കുറവുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ നേരം ഉറങ്ങാത്ത ആൾക്കാർ മരിക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ നേരം എന്നല്ല, ഒരു 4 to 8 ആണ് നോർമൽ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട ഒരു പീരീഡ് എന്ന് പറയുന്നത്. അത് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർവേഷൻ വന്ന് മരിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ ഈ ഉറക്കം ഇല്ലാത്തവർ ഉറങ്ങാത്തവർ മരിക്കുമെന്നാണ് പറയുന്നത്. വിച്ച് യൂഷ്വലി ടേക്സ് ഫ്യൂ വീക്സ്. ഓക്കെ, കുറച്ച് ആഴ്ചകളായിട്ട് ഉറങ്ങാതിരിക്കുന്ന മനുഷ്യന്മാർ. ദെൻ ആസ് വി ഗെറ്റ് ഓൾഡർ ദ ബ്രെയിൻ ലോസസ് ഓൾമോസ്റ്റ് 1 gram per year. അതായത് നമ്മൾ ഓൾഡർ ആകുന്നതനുസരിച്ച്, നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് ഓരോ വർഷവും നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു ഓരോ ഗ്രാമും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ബ്രെയിൻ ഒരു വെയിറ്റ് ഉണ്ട്, അത് ഓരോ ഗ്രാമും കുറഞ്ഞുകൊണ്ട് വരും. ദെൻ സിനമൺ നമുക്കറിയാം അതൊരു സ്പൈസ് ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഈ പൊട്ടന്റ് ആന്റി ഓക്സിഡന്റിന് ബ്ലഡ് ക്ലോട്ട്സിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും, ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും പറ്റും. അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അപ്പം ഈ ഒരു ഷുഗർ ലെവൽ കുറയ്ക്കുകയും ചെയ്യും, അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കാര്യം എന്ത് ചെയ്യും? ഫാറ്റ് ഗെയിനും ഡയബറ്റിസിനും പ്രിവെന്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ ഷുഗർ ലെവൽ കുറയ്ക്കുന്ന കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞതും അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന പറഞ്ഞതും, അതായത് ഫാറ്റ് ഗെയിനും ഡയബറ്റിസിനും റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഫാറ്റ് ഗെയിനും ഡയബറ്റിസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? അതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു സിനമൺ എന്ന് പറയുന്നത്. Then old myth that eating carrots will improve eyesight. അതായത് നമ്മുടെ ഒരു ഓൾഡ് മിത്ത് ആയിരുന്നു കാരറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐസിന് നല്ലതാണെന്നുള്ളത്. അത് ശരിക്കും ട്രൂ ആണ്. കാരറ്റ്സിൽ കരോട്ടീൻസ് ഉണ്ട്. ഈ കരോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ അത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ എ ഓഫ് കോഴ്സ് നമുക്കറിയാം അത് നമ്മുടെ സൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഐസൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഐയുടെ ഹെൽത്തുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. വൈറ്റമിൻ എ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടാകും. വൈറ്റമിൻ എ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് വിഷ്വൽ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക്നെസ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഡാർക്ക്നെസ് ആയാലും കാണാൻ വേണ്ടി പറ്റുന്നത് വൈറ്റമിൻ എ ഉള്ളത് കൊണ്ടാണ്, വിഷ്വൽ പർപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ കാരറ്റ്സ് വൈറ്റമിൻ കരോട്ടിൻ ആണ് അതിൽ ഓൾറെഡി ഉള്ളത്. അത് നമ്മുടെ ബോഡി വൈറ്റമിൻ എ ആക്കും. അതുവഴി നമ്മുടെ ഐസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കൊടുക്കുന്നുണ്ട്. Then a liquid inside the young coconut can be used as substitute for blood plasma. നമ്മുടെ ഹ്യൂമൻ ബ്ലഡിലെ ബ്ലഡ് സെൽസിന് പുറമെ ബ്ലഡ് പ്ലാസ്മ ഉണ്ട്. അതുപോലെ തന്നെയാണ് യങ് കോക്കനട്ട്, ഇളനീര് അതിലുള്ളതും ഈ ഒരു ബ്ലഡ് പ്ലാസ്മയ്ക്ക് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ ഹ്യൂമൻ ഹാൻഡ്സിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയയുടെ നമ്പർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ വേൾഡിൽ എത്രത്തോളം ഹ്യൂമൻസ് ഉണ്ട് ആ ഒരു നമ്പറിന് ഈക്വൽ ആയിരിക്കും നമ്മുടെ ഹാൻഡ്സിലെ ബാക്ടീരിയ എന്നുള്ളതാണ് പറയുന്നത്. അതൊരു ഫാക്റ്റ് ആണ്. ഇഷ്ടംപോലെ ബാക്ടീരിയ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കും. ബാക്ടീരിയ മാത്രമല്ല, വൈറസ്. ദെൻ എ ബേബീസ് ഹെഡ് ഈസ് അബൌട്ട് 1/4 ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഹൈറ്റ്. അതായത് ഒരു ബേബിയുടെ ഹെഡ് എന്ന് പറയുന്നത് ബേബിയുടെ ഹൈറ്റിന്റെ 1/4 എന്താണ്? ഹെഡ് ആയിരിക്കും. പക്ഷെ ഒരു 15 years ആകുന്ന സമയത്ത് ഈ ഹെഡ് എന്ന് പറയുന്നത് 1/8 ഓഫ് ടോട്ടൽ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റിന്റെ 1/8 ആയിട്ട് മാറും. അതായത് ബേബി ആയിരിക്കുന്ന സമയത്ത് ഹെഡിന്റെ ലെങ്ത് വളരെ കൂടുതലാണ് ബോഡീനെ പ്രപ്പോസ് ചെയ്ത് നോക്കുമ്പോൾ. ഇനി നമ്മൾ വലുതാകുന്ന സമയത്ത് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് 1/8 ആയിട്ട് മാറുന്നു. അതായത് നമ്മുടെ ബോഡി പ്രപ്പോസിഷൻ നോക്കുമ്പോൾ ഹെഡ് നമ്മൾ ബേബി ആയിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബോഡീനെ വെച്ച് നോക്കുമ്പോൾ കുറവായി ചെറുതായിട്ടാണ് തോന്നുന്നത്. Then eyes are the only part of human body that functions at 100% stability at any moment. അതായത് ഏത് മൂവ്മെന്റ് ആയാലും ഇപ്പം നമ്മൾ എങ്ങനെ ഇരിക്കുകയായാലും ഏറ്റവും കൂടുതൽ 100% ഫങ്ഷൻ ചെയ്യുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഐസ് ആയിരിക്കും. ഓക്കെ, ദെൻ
It takes about 20 seconds for a red blood cells to circle the whole body. അതായത് 20 സെക്കൻഡ് കൊണ്ട് റെഡ് ബ്ലഡ് സെൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി ഫുൾ റൗണ്ട് ചെയ്ത് വരുന്നു എന്നാണ് കണക്ക്. 20 സെക്കൻഡ്സ് കൊണ്ട് റെഡ് ബ്ലഡ് സെൽസിന് ബോഡി ഫുൾ കവർ ചെയ്ത് വരാനായിട്ട് പറ്റും. ദെൻ ബിയേർഡ്സ്. ഇപ്പൊ ബിയേർഡ്സ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഹെയർ ആണ് ഹ്യൂമൻ ബോഡിയിൽ. അതായത് ഇപ്പം ഇത് ട്രിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് വെട്ടിക്കളയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ടൈം, ഒരാളുടെ ലൈഫ് ടൈമിൽ 30 ഫീറ്റ് ബിയേർഡ് വളർന്നു വരുന്നതാണ് പറയുന്നത്. 30 ഫീറ്റെങ്കിലും ഉണ്ടാകും എന്നാണ് കണക്ക്. ദെൻ ഇഫ് ഹ്യൂമൻ സെൻസ് ഓഫ് സ്മെൽ ഈസ് അഫക്റ്റഡ്. ഇപ്പം സ്മെല്ല് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, സ്മെൽ ചെയ്യുന്ന ആ ഒരു സെൻസ്. അതുപോലെ തന്നെ ടേസ്റ്റും ഒരുമിച്ച് നഷ്ടപ്പെടും. സ്മെല്ലും ടേസ്റ്റും ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ സ്മെല്ല് നഷ്ടപ്പെട്ട ടേസ്റ്റ് നഷ്ടപ്പെടും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോസിലും ടങ്കിലോട്ടും വരുന്ന സിഗ്നൽസ് ബ്രെയിനിൽ ഇന്ററപ്റ്റഡ് ആകുന്നത് കൊണ്ടാണ്. നോസിലോട്ടും ടങ്ങിലോട്ടും വരുന്ന സിഗ്നൽസ് ബ്രെയിനിൽ വെച്ച് ഇന്ററപ്റ്റഡ് ആകുന്നത് കൊണ്ടാണ് സ്മെല്ല് നഷ്ടപ്പെട്ട ടേസ്റ്റും കൂടി നഷ്ടപ്പെടുന്നത്. ഓക്കെ. Then the tooth is the only part of human body that cannot heal and repair but its own. അതായത് ടീത്ത്, ഇപ്പം ബാക്കിയുള്ള ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പറ്റി നമുക്ക് വേണമെങ്കിൽ മെഡിസിൻസ് വെച്ച് എങ്ങനെയെങ്കിലൊക്കെ ക്യൂർ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ ടീത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഡിസിൻസ് കഴിച്ചിട്ടോ ഒന്നും അതിനെ വീണ്ടും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ പുറത്തുനിന്ന് ബാക്കിയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്യാണ് ചെയ്യുള്ളൂ. ഒരിക്കലും ടീത്തിനെ അതിനെ തന്നെ റിപ്പയർ ചെയ്യാനോ ഹീൽ ചെയ്യാനോ പറ്റില്ല. ഇനി ബ്ലിങ്കിങ് ഓഫ് വൺ ഐ കോസസ് മൂവ്മെന്റ് ഓഫ് 200 മസിൽസ്. ഒരു 200 മസിൽസിന്റെ മൂവ്മെന്റ് കാരണമാണ് ഒരു ബ്ലിങ്കിങ് ഓഫ് ഐ ഉണ്ടാകുന്നത്. അതായത് ബ്ലിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ചിമ്മുന്നത്. ഒരു കണ്ണ് ചിമ്മുമ്പോൾ 200 മസിലാണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഇനി ഷിവറിങ് ഈസ് എ വേ ഓഫ് ട്രൈങ് ടു കീപ് അവർ ബോഡി വാം. അതായത് ഇപ്പൊ നമ്മൾ തണുവ കാലത്ത് ഷിവർ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. Then a human brain has capacity to store 5 times as much information as Wikipedia. വിക്കിപീഡിയനേക്കാളും 5 times, അതായത് 5 മടങ്ങ് കൂടുതൽ ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിന് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. ബേബീസ് ആർ ബോൺ വിത്ത് 300 ബോൺസ്. ബേബീസിന് 300 ബോൺസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു യൂഷ്വൽ അഡൾട്ട്ഹുഡിനെ 206 ബോൺസേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. യുവർ റൈറ്റ് ലങ് ടേക്സ് ഇൻ മോർ ദാൻ യുവർ ലെഫ്റ്റ് യങ്. അതായത് ലെഫ്റ്റ് യങ്ങിനേക്കാളും കൂടുതൽ എയർ ക്യാരി ചെയ്യുന്നത് റൈറ്റ് ലങ് ആണ്. Then the only jointless bone in the human body is the hyoid bone. Hyoid bone ആണ് ഒരു ജോയിന്റ്ലെസ് ബോൺ. ആ ഹയോയിഡ് ബോൺ കാണുന്നത് ലാരിങ്സിനും ട്രക്കിയയ്ക്കൊക്കെ മുകളിലായിട്ടാണ് ഹയോയിഡ് ബോൺ കാണുക. അതിന് മാത്രം ഒരു ജോയിന്റും ഇല്ല. ബാക്കിയുള്ള ബോൺസിനൊക്കെയും ജോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. Then the kidneys filter your blood up to 300 times per day. കിഡ്നീസ് ഇപ്പോ ഒരു ദിവസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. Your ribs move about 5 million times a year every time you breathe. അതായത് നമ്മുടെ റിബ്സ് ഒരു 5 million ടൈംസ് മൂവ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. അപ്പൊ അതനുസരിച്ച് തന്നെ ഒരു വർഷം 5 million ടൈംസ് നമ്മുടെ റിബ്സ് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. റിബ്സ് നമുക്കറിയാം നമ്മുടെ thoracic ക്യാവിറ്റിയിലാണ് റിബ്സ് ഉള്ളത്. Then the acid in your stomach is strong enough to dissolve razor blades. Razor blades നമുക്കറിയാം, അതിനെ വരെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ് നമ്മുടെ സ്റ്റൊമക്കിലെ കാണുന്നത്. Then there are 137 million light sensory cells in the eyes. റെട്ടിനയുടെ അയില് റെട്ടിന ഉണ്ട്, കോർണിയ ഉണ്ട്, ഒക്കെ നമുക്കറിയാം. അപ്പം റെട്ടിനയില് 137 മില്യൺ ലൈറ്റ് സെൻസറി സെൽസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഫ്ലൂയിഡും ഉണ്ട്. അത് ഈ ഐന് വിച്ച് ഈസ് ചേഞ്ച് 15 times a day.
അതായത് അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ്സും ഉണ്ട്. അത് ഒരു ദിവസം 15 വട്ടമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 137 മില്യൺ ലൈറ്റ് സെൻസറി സെൽസ് ആണ് റെറ്റിനയിലുള്ളത്. അതുപോലെ തന്നെ അതിൽ 15 ടൈംസ് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then human liver performs 500 different functions. Human ലിവറിന് ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമല്ല 500 ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമൻ ലിവർ എന്ന് പറയുന്നത്. Then the eyes, our eyes are always the same size from birth. അപ്പോൾ നമ്മൾ ജനിക്കുന്നത് മുതലേ മരിക്കുന്നത് വരെയും നമ്മുടെ ഐന്റെ സൈസ് ഒന്നും ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. നോസിന്റെയും ഇയേഴ്സിന്റെയും സൈസിൽ വ്യത്യാസം വരും, പക്ഷെ ഐസിന്റെ സൈസിൽ ഒരിക്കലും വ്യത്യാസം വരില്ല. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വ്യത്യാസം വരാത്ത, സൈസിൽ വ്യത്യാസം വരാത്ത ഒരൊറ്റ പാർട്ടാണ് ഉള്ളത് ഐസ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ ഇപ്പം അഡൽട്ട് ആയി കഴിയുമ്പോൾ ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു ഓർഗനും ഉണ്ട്. അത് ഏതാണെന്നറിയോ? അതാണ് തൈമസ്. നമ്മൾ അഡൽട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ അത് വലുതായി വരും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരൊറ്റ ഓർഗൻ ആണ് ഉള്ളത്, അതാണ് തൈമസ്. ദെൻ ഹ്യൂമൻ സ്കിൻ കണ്ടെയ്ൻസ് 45 miles ഓഫ് നെർവ്സ്. ഹ്യൂമൻ സ്കിന്നില് 45 miles ഓഫ് നെർവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും നമ്പർ നെർവ്സ് ഉണ്ട്. ദെൻ ദ ഹ്യൂമൻ ടീത്ത് ആർ ഓൾമോസ്റ്റ് ആസ് ഹാർഡർ ആസ് റോക്ക്. റോക്കിനെ പോലെ തന്നെ അത്രയും ഹാർഡർ ആണ് ഹ്യൂമൻ ടീത്ത്. Then our eyes can distinguish up to 1 million color surfaces. അതായത് 1 million കളേഴ്സിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ടേക്ക് ഇൻ മോർ ഇൻഫോർമേഷൻ ദാൻ ദ ലാർജസ്റ്റ് ടെലസ്കോപ്പ് നോൺ ടു മാൻ. മനുഷ്യന്മാർക്ക് ഇപ്പോൾ നോൺ ആയിട്ടുള്ള ടെലസ്കോപ്പിനേക്കാളും കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ഐസിനാണ്. അത്രയും പവർ നമ്മുടെ ഐസിനുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിലുള്ള വ്യത്യാസം. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ലോജിക്കൽ, സീക്വൻഷ്യൽ, റേഷണൽ, അനലിറ്റിക്കൽ, ഒബ്ജക്റ്റീവ് ആ എബിലിറ്റീസിനെ കാണിക്കുന്നതാണ് ലെഫ്റ്റ് ബ്രെയിൻ. ആ എബിലിറ്റീസ് ഒക്കെ നമുക്ക് ലെഫ്റ്റ് ബ്രെയിൻ യൂസ് ചെയ്താലാണ് കിട്ടുക. അതുപോലെ തന്നെ ലുക്കിംഗ് അറ്റ് പാർട്സിനെയാണ് ലുക്ക് ചെയ്യുന്നത്. ഇനി റൈറ്റ് ബ്രെയിൻ ചെയ്യുന്നത് ലുക്സ് അറ്റ് വോൾ ആയിട്ടാണ് ലുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോക്കി കാണുന്നത്, അത് കഴിഞ്ഞിട്ട് റാൻഡം, ഇൻറ്റ്യൂട്ടീവ്, ഹോളിസ്റ്റിക്, സിന്തസൈസിങ്, സബ്ജക്റ്റീവ്, ഇത്രയും എബിലിറ്റീസ് വരുന്നത് നമ്മുടെ റൈറ്റ് ബ്രെയിൻ യൂസ് ചെയ്യുമ്പോഴാണ്. ദെൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ കൺട്രോൾ ദ റൈറ്റ് സൈഡ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് സൈഡും, റൈറ്റ് സൈഡ് ബ്രെയിൻ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ഓഫ് ബോഡിനെയും ആയിരിക്കും. അപ്പം ആ രണ്ട് സൈഡ് ബ്രെയിനിലും ഏതൊക്കെ എബിലിറ്റീസ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഹ്യൂമൻ ഹാൻഡില് ഒരു 3 മെയിൻ നെർവ്സ് ഉണ്ട്. 3 മെയിൻ നെർവ്സ് ഉണ്ട്. 2 മേജർ ആർട്ടറീസ് ഉണ്ട്. ആർട്ടറീസ് എന്താണ് കൊണ്ടുവരിക? ബ്ലഡ് ആണ് കൊണ്ടുവരിക. വെയിൻസ് ആണ് എന്ത് തിരിച്ചു കൊണ്ടുപോവുക? അവിടെ ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകുന്നത് വെയിൻസ് ആണ്. അതുപോലെ കാപ്പിലറീസ് ഉണ്ടായിരിക്കും ഈ വെയിൻസിനെ ആർട്ടറീസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഡിയോക്സിജനേറ്റഡ് ബ്ലഡും ഓക്സിജനേറ്റഡ് ബ്ലഡും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ. നെർവ്സ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആയിട്ട് കണക്ട് ചെയ്ത പാർട്ടാണ് നെർവ്. ബ്രെയിൻ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഈ നെർവ്സ് വഴിയാണ് ഹാൻഡിലോട്ട് ഇൻഫോർമേഷൻസ് എത്തുന്നത്. ഇനി 27 ഡിഫറെന്റ് ബോൺസും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്ടിൽ വേറെ എവിടെയും ഇത്രയും കാര്യങ്ങൾ, അതായത് 27 ഡിഫറെന്റ് ബോൺസും 2 മേജർ ആർട്ടറീസും 3 മെയിൻ നെർവ്സും കാണുന്ന വേറൊരു ബോഡി പാർട്ടും ഇല്ല. നമ്മുടെ ഹാൻഡിൽ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ. 27 ഡിഫറെന്റ് ബോൺസും ഉണ്ട്, 2 മേജർ ആർട്ടറീസും ഉണ്ട്, 3 മെയിൻ നെർവ്സും ഉണ്ട്. ഇത്രയും കാണുന്നത് നമ്മുടെ ഹ്യൂമൻ ഹാൻഡിൽ മാത്രമാണ്. ഒരിക്കലും വേറെ ഒരു ബോഡി പാർട്സിലും ഇത്രയും കാര്യങ്ങൾ കാണുന്നില്ല. ഓക്കെ, ഇത്രയാണ് ഹെൽത്ത് ഫാക്ട്സ് പറയാനുള്ളത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കണ്ടുവരുന്ന അതായിട്ടുള്ള ഹെൽത്ത് ഫാക്ട്സ്, അതായത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് മിത്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതായത് ഇപ്പൊ ക്യാരറ്റിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ സ്റ്റഡീസ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് മിത്തല്ല, അതൊരു ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞത് ഫാക്ട്സ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഇപ്പം ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ഹെൽത്ത് ഡേയ്സ് ഉണ്ട്. WHO എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറെ ഹെൽത്ത് ഡേയ്സ് ഉണ്ട്. അങ്ങനെ ഉള്ള ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഡേയ്സ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്.
നാഷണൽ യങ് ഡേ എന്ന് പറയുന്നത് ജാനുവരി 12 ആണ്. അതുപോലെ ജാനുവരി 31 സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ആന്റി ലെപ്രോസി ഡേ. ദെൻ ഫെബ്രുവരിയിൽ 1 മാത്രമാണ് ഉള്ളത്, വേൾഡ് ക്യാൻസർ ഡേ. അതുപോലെ മാർച്ചിലുള്ളതാണ് മാർച്ച് 4 നാഷണൽ സേഫ്റ്റി ഡേ, ഇന്റർനാഷണൽ വിമൻസ് ഡേ 8 12 വേൾഡ് കിഡ്നി ഡേ, 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ, 21 വേൾഡ് ഫോറസ്ട്രി ഡേ, അതുപോലെ 22 വേൾഡ് ഡിസേബിൾ ഡേ, 23 വേൾഡ് മെട്രോളജിക്കൽ ഡേ, ദെൻ 23 വേൾഡ് വാട്ടർ ഡേ, 24 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ. അപ്പൊ ഇത്രയും മാത്രമല്ല, ചിലപ്പോൾ ഇതിനും കൂടുതൽ കാണും. അപ്പൊ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഏപ്രിൽ കാണുന്നതാണ് 7 ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെ 7 വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 7 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ 11 വേൾഡ് പാർക്കിൻസൺസ് ഡേ. അതുപോലെ തന്നെ 11 നാഷണൽ സേഫ് മദർഹുഡ് ഡേ. അതുപോലെ 17 സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് വേൾഡ് ഹീമോഫീലിയ ഡേ. 18 വേൾഡ് ഹെറിറ്റേജ് ഡേ. 22 എർത്ത് ഡേ. ദെൻ മെയ്യിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് മെയ് 5 എന്ന് പറയുന്നത് വേൾഡ് ആസ്മ ഡേ ആണ്. 8 വേൾഡ് തലാസിമിയ ഡേ ആണ്. 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. 19 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. 28 ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വിമൻസ് ഹെൽത്ത് ആണ്. ദെൻ 31 ആന്റി ടൊബാക്കോ ഡേ ആണ്. ഓക്കെ. ദെൻ ജൂണിൽ അറിയാം 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. 17 വേൾഡ് ഡേ ടു കോംപാറ്റ് ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലീഗൽ ട്രാഫിക്കിംഗ്. ദെൻ ജൂലൈ 1 ആണ് ഡോക്ടേഴ്സ് ഡേ. ദെൻ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ. അത്രയും കഴിഞ്ഞു. ഇനി ഓഗസ്റ്റിലെ 1 to 7 ആ ഒരു വീക്ക് എന്ന് പറയുന്നത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ഡേ ആണ്. ദെൻ 12 ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. 15 ഇൻഡിപെൻഡൻസ് ഡേ. ദെൻ സെപ്റ്റംബറിലെ 1 to 7 സെപ്റ്റംബർ എന്ന് പറയുന്നത് നാഷണൽ ന്യൂട്രീഷൻ വീക്ക് ആണ്. അത് ന്യൂട്രീഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വീക്കാണ് സെപ്റ്റംബർ 1 to 7. ദെൻ 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്. 4 to 11 ആ ഒരു വീക്ക് എന്ന് പറയുന്നത് വേൾഡ് ഫാർമസി വീക്ക്. 8 ലിറ്ററസി ഡേ. 16 വേൾഡ് ഓസോൺ ഡേ. 28 എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് സൺഡേ ഓഫ് സെപ്റ്റംബർ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഒക്ടോബർ 1 വേൾഡ് എൽഡർലി ഡേ ആണ്. അതുപോലെ തന്നെ വേൾഡ് ഹാബിറ്ററ്റ് ഡേ ആണ്. ഒക്ടോബർ 4 വേൾഡ് ആനിമൽ വെൽഫെയർ ഡേ ആണ്. അതുപോലെ 11 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. 12 വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആണ്. 15 to 19 ആ ഒരു വീക്ക് വേൾഡ് ഒബേസിറ്റി അവയർനെസ് വീക്കാണ്. ഒബേസിറ്റി കൂടുതലായിട്ടും ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഒബേസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കൂടുതലായിട്ടും വരാൻ തുടങ്ങിയത്. 16 വേൾഡ് അനസ്തേഷ്യ ഡേ ആണ്. അതുപോലെ 16 വേൾഡ് ഫുഡ് ഡേ ആണ്. 17 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് പോവർട്ടി. 20 വേൾഡ് മലേറിയ ഡേ. 21 വേൾഡ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ഡേ. 24 UN ഡേ. 31 യൂണിവേഴ്സൽ ചിൽഡ്രൻ ഡേ. ദെൻ നവംബർ 10 വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ. അതുപോലെ തന്നെ 13 വേൾഡ് അൽഷിമേഴ്സ് ഡേ. 14 ചിൽഡ്രൻ ഡേ. അതുപോലെ തന്നെ 25 ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. ദെൻ ഡിസംബർ 1 എന്ന് പറയുന്നത് വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. അതുപോലെ 3 വേൾഡ് ഡിസേബിലിറ്റി ഡേ ആണ്. അതുപോലെ 10th ഹ്യൂമൻ റൈറ്റ് ഡേ ആണ്. ഇത്രയാണ് WHO അംഗീകരിച്ചിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഡേയ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ യൂഷ്വലി ഫാക്ട്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഫാക്ട്സ് ഇതിനേക്കാളും കൂടുതൽ ഫാക്ട്സും ഉണ്ടായിരിക്കാം. സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ അതും പഠിക്കാം, ഇതും പഠിക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഡേയ്സിനെ പറ്റിയിട്ടും പഠിക്കുക. അപ്പൊ അത്രയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.